നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്നൊരു കോമൺ റീഡിംഗ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് റെസനേറ്റ് ആവണവർ മാത്രം എടുക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. പിന്നെ ഇത് ടൈംലെസ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഫ്രീ റീഡിംഗ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡിസംബറിൽ ഫുള്ളും നമ്മൾ ഫ്രീ റീഡിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം എനിക്ക് ഈ നമ്പറിൽ പേഴ്സണലായിട്ട് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കേണ്ടത്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഞാനിതിൽ കൊടുക്കുന്നത്. എല്ലാവരും പേഴ്സണലായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ എന്താ കുഴപ്പമെങ്കിൽ നമുക്കത് കുറേ ബുദ്ധിമുട്ടാവും കണ്ടുപിടിക്കാൻ. അപ്പോൾ ചോദ്യം നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ നക്ഷത്രം, പേര്, ഡീറ്റെയിലൊക്കെ പേഴ്സണലായിട്ട് അയയ്ക്കുക. ബാക്കിയുള്ള സ്ക്രീൻഷോട്ട് ചാനൽ ഗ്രൂപ്പിലും അയക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇന്നത്തെ റീഡിംഗ് എന്താണെങ്കിൽ, റീയൂണിയൻ. നിങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആ വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അതിനനുസരിച്ചാണ് റീഡിങ്ങിന് കാർഡ് ഞാൻ വെച്ചേക്കുന്നത്. യൂണിവേഴ്സിനോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കാണണം. കാരണം നിങ്ങൾ ലൈഫിൽ ഇത് തേർഡ് പാർട്ടി, ഇത് ഒരു ഡിവോഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാർക്കും ഇത് റെസിനേറ്റ് ആവും. ഇനി തേർഡ് പാർട്ടി ബന്ധമുള്ള ആൾക്കാർക്കും റെസിനേറ്റ് ആവും. കാരണം ഞാൻ കൂടുതലും തേർഡ് പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഒരു കുറ്റബോധം ഉണ്ട്. വെൽറ്റ് ലാസ്റ്റ് കാർഡിൽ രണ്ടാമത്തെ വരിയിൽ ആദ്യ കാർഡ് കാണിക്കുന്ന അതാണ്, ഒരു കുറ്റബോധമുണ്ട് എന്നുള്ളത്. ആദ്യ കാർഡ് കാണിക്കുന്നത് ഓർഡിനൻസ്, സാധാരണത്വം, അല്ലാതെ ഒരു അസാധാരണത്വമൊന്നുമില്ല. ഒരു സാധാരണത്വമായ ഒരു ജീവിതം. ഒരു ബോധവൽക്കരണം ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ, ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണല്ലോ ഇവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാതെയോ വരുമ്പോഴാണ് ഒരു സാധാരണമായിട്ട് അകൽച്ച ഉണ്ടാവുക. അപ്പോൾ ഒരു അലസത വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിലനിൽപ്പിന് ഒരു അതായത് നിമിഷം മുതൽ നിമിഷം വരെ, മൂമെൻറ്റ് ടു മൂമെൻ്റ് ആണ് ലാസ്റ്റ് കാർഡ് കാണിച്ചത്. അപ്പോൾ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ, സ്നേഹിച്ചിരുന്ന അവസാനം പിരിയണ ആ നിമിഷം മുതൽ നിങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്നത് ഒരു അലസമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ്. അത് ഡീപ്പായ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിലേക്കോ പ്രണയത്തിലേക്കോ അല്ല പോയത്. ഇതൊരു അലസമായിട്ട് ഇങ്ങനെ എന്നാൽ പോയാൽ പോകട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു യാത്രയിലായിരുന്നു നിങ്ങൾ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു, അല്ലെങ്കിൽ പിരിയേണ്ട സാഹചര്യം വന്നപ്പോൾ ഇനി തമ്മിൽ കാണില്ല, ഇനി ഒരു റിയൂണിയൻ ഉണ്ടാവില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് കുറ്റബോധം തോന്നി തുടങ്ങിയത്. എന്താണെങ്കിൽ ഒരു നിലനിൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായിരുന്നിരിക്കാം. രണ്ട് വ്യക്തികൾക്കും ഒരു നിലനിൽപ്പ് ആവശ്യമായി വന്നപ്പോഴായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. കാരണം ഇത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലും ഇത് ബാധകമാണ്. നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം വീട്ടുകാരെയും അതേപോലെ തന്നെ ഹസ്ബൻഡിനെയും അതുപോലെ കുട്ടികളെയൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറ്റബോധമുണ്ട്. അലസമായി പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം ഒരു കുറ്റബോധത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കാം. അതാണ് മൂമെൻറ്റ് ടു മൂമെൻറ്റ് എന്ന് പറയണത്. നിലനിൽപ്പിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോധവൽക്കരണം അനിവാര്യമാണ്. ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ത്രീക്കും പുരുഷനും ബാധകമാണ്. ഇത് വലിയൊരു ഇഷ്യൂവിലേക്ക് പോകും. അപ്പോൾ നിലനിൽപ്പിനെ ബാധിക്കും. അതാണ് നിമിഷം മുതൽ നിമിഷം വരെ, നിങ്ങളെ കണ്ട നിമിഷം മുതൽ നിങ്ങൾ പിരിയണ നിമിഷം വരെയുള്ള ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോധവൽക്കരണം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഉണ്ടാവും എന്താണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റീയൂണിയൻ ഈ ഒരു കാലയളവിൽ എന്തായാലും നടക്കില്ല. ഇവിടെ സ്റ്റോപ്പാണ് കാണിക്കുന്നത്. റീയൂണിയൻ ഉണ്ടാവില്ല എന്നാണ് പറയണത്. വീട്ടുകാർ, നിങ്ങളുടെ വ്യക്തികൾ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അറിയാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു കുറ്റബോധം നിങ്ങളെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ കുറ്റബോധം തന്നെയാണ് അവർക്കത് അറിയാനുള്ളൊരു ചാൻസ് കൊടുക്കുന്നത്.
അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരമൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്തരം ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ആയിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഈ വ്യക്തിയോട്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വന്നിട്ടുണ്ടാവും. സോൾമേറ്റ് കണക്ഷനൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അതുപോലെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനൊന്നും ഇതിൽ കാണിക്കുന്നില്ല. കാരണം സാധാരണത്താണ് ആദ്യ കാർഡ് കാട്ടി തന്നെ ഓർഡിനറിനെസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർഡിനറിനെസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണത്തേ ഉള്ളൂ. ആ സാധാരണത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്വിൻ ഫ്ലെയിം കാര്യം നമുക്കിവിടെ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ബോധവൽക്കരണം നടത്തേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരായിട്ട് എന്തൊരു പ്രശ്നം വരും എന്നുള്ളതാണ് അവയർനെസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുമെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ് വേണ്ടത്. എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം വരുമെന്ന് പറയേണ്ടത്. ആ ഒരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ വളരെ മോശമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ പോലും നിങ്ങൾ അടിയറവ് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്യണത് കാരണം എങ്ങനെയാണോ കർമ്മ, ലവ് ഓഫ് കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോ അത് നിങ്ങളുടെ ഹസ്ബൻഡിന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അത് ആ തേർഡ് പാർട്ടി അതേപോലെ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ആ പാർട്ട്ണർക്കും വരും. ഇത് ലവ് ഓഫ് കർമ്മയാണ്. അപ്പം കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മൾ പോവേണ്ടത്. നമ്മൾ വിചാരിക്കും വേറെ ആരും അറിയണില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അറിയണത് ഒരു പ്രകൃതിയാണ്. നമ്മുടെ പ്രകൃതി ഇതെല്ലാം അറിയും, അതേപോലെ നമ്മുടെ യൂണിവേഴ്സ് ഇതെല്ലാം അറിയും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്കും ഇതേപോലെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതേപോലെ നിങ്ങൾക്ക് ഒരു കുറ്റബോധം നിങ്ങൾക്ക് ഇപ്പം ഉണ്ട്. ആ കുറ്റബോധം ഉള്ളത് കാരണം കൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുക. കാരണം ഇത് ഒരു ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ ചില 95% പേര് ഇപ്പോൾ ആരോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിം ആണോ, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണോ. എന്നാൽ തീർത്തും ഇല്ല എന്ന് എല്ലാവരുടെയും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിമും അതുപോലെ പാസ്റ്റ് ലൈഫ് ഒക്കെ വരാറുണ്ട്. അത് എല്ലാവർക്കും ഇല്ല എന്നും കൂടി മനസ്സിലാക്കണം. കാരണം ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അനാവശ്യ ബന്ധത്തിന് ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ അവരുടെ ഒരു നിലനിൽപ്പിന് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ബന്ധങ്ങൾ കൊണ്ട് നടക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരവിടെ അവസാനിപ്പിക്കും. അവർ സേഫായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരവിടെ അവസാനിപ്പിക്കും. പക്ഷേ ഇതേപോലത്തെ ഒരു തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്കിപ്പം കുറ്റബോധം എടുത്തിട്ട് നിങ്ങൾക്ക് തല പെരുക്കണ ഒരവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണത്, ഞാനെന്ന വ്യക്തി പറയണതല്ല, യൂണിവേഴ്സ് എന്നിലൂടെ നിങ്ങളോട് പറയിക്കണത്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. റിയൂണിയൻ ഇനി ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത്. അത് കാരണം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക റിയൂണിയൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റബോധം കാരണം കൊണ്ടാണ് റിയൂണിയൻ ഇനി വേണ്ട എന്ന് നിങ്ങളുടെ ബോഡിയിൽ അത് വൈബ്രേഷനായി കഴിഞ്ഞു. നമ്മുടെ ചിന്തയിൽ അതായത് ബോധ മനസ്സിലത് വൈബ്രേഷനായി കഴിഞ്ഞിട്ട് ഉടനടി ഉപബോധ മനസ്സിലേക്ക് പോകുമ്പോൾ ഇനി ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ ആ ഒരു മൊമെൻ്റ് നിങ്ങൾക്ക് ഇനി കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് അവസാനിക്കുകയാണ്. അതായത് റിയൂണിയൻ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കുള്ളത് റിയൂണിയൻ അല്ല, നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സന്തോഷകരമായിട്ടുള്ള ലൈഫാണ്. കാരണം നിമിഷം മുതൽ നിമിഷം വരെ ഇനി ഈ നിമിഷം മുതൽ നിങ്ങൾ ആ മറന്ന നിമിഷം മുതൽ അടുത്ത നിമിഷം നിങ്ങളുടെ ലൈഫ് സന്തോഷകരമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത്. അതാണ് നിമിഷം മുതൽ നിമിഷം വരെ, മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി മാറ്ററാണ്. അപ്പോൾ ആ ഫാമിലിയിൽ നിങ്ങൾ സന്തോഷകരമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു മുന്നറിയിപ്പ്. നിങ്ങൾക്ക് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലോ ഓഫ് കർമ്മ വരും. ഈ ലോ ഓഫ് കർമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇതേപോലെ ഒരു തേർഡ് പാർട്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എത്ര സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കും. ഇതൊരു യൂണിവേഴ്സൽ നിയമമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത്തരം വ്യക്തികളൊക്കെ ആണെങ്കിൽ, വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ പരമാവധി അത്തരം റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, മൂവ് ഓൺ ചെയ്യുക. നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിനും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കുക.